മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ താഹിർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താഹിർ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ബോഡി അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ ധാരണ സംഭവമുണ്ടായത്. പുറമെ നിന്ന് സാധനം വാങ്ങി ഭാര്യയോടൊപ്പം വീട്ടിലേക്ക് പോകുന്നതിന് ഇടയിലാണ് ഈ സ്വകാര്യ കൃഷിയിടത്തിൽ വെച്ചാണ്, ഉന്നതിയിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള സ്വകാര്യ കൃഷിയിടത്തിൽ വെച്ചാണ് ഈ ഇത്തരത്തിലുള്ള ധാരണ സംഭവമുണ്ടായത്. ഇത് ആനയുടെ മുന്നിൽ പെടുകയും ഇദ്ദേഹത്തെ എടുത്തെറിയുകയുമാണ് വിവരമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇവരെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ ഒരു തെരച്ചിലിന് ഇടയിലാണ് ഈ മനുവിന്റെ മൃതദേഹം കാണുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങളുമായി കുടുംബത്തോടൊപ്പം പോകുന്ന സമയത്താണ് ഒരു ഇത്തരത്തിലുള്ള ദാരുണ സംഭവം ഉണ്ടായത്. അതിനിടയിൽ സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ ഈ കാട്ടായുടെ ആക്രമണത്തിൽ ഒരു പക്ഷേ മറ്റെവിടേക്ക് മാറിയിരിക്കുന്നതായിരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർ തെരച്ചിൽ നടത്തുന്നത്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. പ്രാദേശിക ലേഖകനായ താഹിറാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നും ശരീരം കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വനപാലകർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വൈകിയാണ് ഈ സംഭവം അറിയുന്നത്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ എത്താതിരുന്ന മനുവിനെ അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കാട്ടാനയുടെ മുന്നിൽ വന്ന് വിടുകയായിരുന്നു. നേരത്തെ കമലും ഒപ്പം പ്രാദേശിക ലേഖകൻ താഹിറും അഖില CPയും ഒക്കെയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. അഖില ഇപ്പോഴും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അഖില, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, വനപാലകരെത്തി, അതായത് സ്ഥലത്തെത്തി വനപാലകർ പരിശോധന തുടരുന്നു. സംഭവ സ്ഥലത്ത് ഇത്തരത്തിൽ മനുവിന്റെ മൃതദേഹം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധന തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ശ്രദ്ധിച്ചതാണ്, ഒരു നിരന്തര വന്യജീവി ആക്രമണങ്ങളുടെ ഒരു സ്ഥലമായി മാറുകയാണ് വയനാട്. കടുവ ആക്രമണത്തിൽ രാധ എന്ന് പറയുന്ന ഒരു 45 വയസ്സുകാരി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസമാണ്. അത് നടന്നു കുറച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതിലൊരു യുവാവ് മനു എന്ന് പറയുന്ന 45-കാരനായ യുവാവ് ദാരുണമായി കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ടോടെയാണ് ഏകദേശം സംഭവം ഉണ്ടാകുന്നത്. 6:45-ഓടെയാണ് സംഭവം ഉണ്ടാകുന്നത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു. കൂടെ ഭാര്യയും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാദേശിക ലേഖകൻ ഉൾപ്പെടെ പങ്കുവെക്കുന്ന വിവരം. അപ്പോൾ ഭാര്യയെ കാണാതെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്, അതായത് ഒരു സ്ഥിരീകരിക്കാത്ത വിവരം. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. അപ്പോൾ സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ഈ കാട്ടാനയുടെ മുന്നിൽ ചെന്നുപെടുന്നത്. കാട്ടാന ഇത്തരത്തിൽ മനുവിനെ പിടികൂടി ദൂരേക്ക് എറിയുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വനപാലകർ ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേയാണ് മരണകാരണം എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയുള്ളൂ. എന്നാലും ഇപ്പോൾ വനപാലകരെത്തി സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. മോത്തി, ശരി അഖില, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവയ്ക്കാനുള്ളത് മനുവിനൊപ്പം ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയെയും കാണുന്നില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഈ ഘട്ടത്തിൽ മനുവും ഭാര്യയുമാണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയെ കാണുന്നില്ല. ഭാര്യയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മനുവും ഭാര്യയും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരിച്ച് ഉന്നതിയിലേക്ക് എത്തുന്നതിന് മുൻപ് സ്വകാര്യ തോട്ടത്തിൽ വെച്ചാണ് ആനയുടെ മുന്നിൽ പെടുകയും തുടർന്ന് ആന മനുവിനെ ചുഴറ്റിയെറിയുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ഭയന്ന് എങ്ങോട്ടെങ്കിലും ഓടിയതാണോ ഭാര്യ, ഇനി എവിടെയാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വനപാലകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടപെട്ട് അന്വേഷണം നടത്തുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഇപ്പോൾ കാട്ടാനക്കലയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. അത് മനു എന്ന യുവാവിൻ്റെതാണ്. വയനാട്ടിലെ നൂൽപ്പുഴ സ്വദേശിയാണ്. നൂൽപ്പുഴ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഭാഗമാണ്. വയനാടിന് കർണാടക തമിഴ്നാട് അതിർത്തികൾ പങ്കിടുന്നുണ്ട് എങ്കിൽ പോലും ഇത് തമിഴ്നാടിന്റെ അതിർത്തി ഭാഗമായി വരുന്ന നൂൽപ്പുഴ കാപ്പാട് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു മരണം നടന്ന മണിക്കൂറുകൾ ആവുന്നതിന് മുൻപ് വീണ്ടും അടുത്ത മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കേരളത്തിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്നതാണ് ഈ കുറച്ചു കാലങ്ങളായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പലതും പ്രതിഷേധങ്ങളായി മാത്രം ഒതുങ്ങിപ്പോകുന്നുമുണ്ട്. പലപ്പോഴും അവർക്ക് ധനസഹായം ലഭ്യമാകുന്നതിൽ, ജോലി ലഭ്യമാകുന്നതിലൊക്കെയാണ് ഈ പ്രതിഷേധം ഉണ്ടാവുന്നത്.
ധനസഹായം ലഭ്യമായി കഴിയുമ്പോൾ ഈ പ്രതിഷേധവും കെട്ടടങ്ങുന്നതാണ് കാണുന്നത്. പിന്നീട് വീണ്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നത്. പക്ഷേ ഇതിനിടയിൽ സംഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെയും അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഒരു പരിഹാരം